നിലം തൊടാതെ നിൽക്കുന്ന തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച 7 തലയുള്ള നാഗത്തിന്റെ പ്രതിമ. പുരാതന ഭാരതീയ വാസ്തുവിദ്യയുടെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത സാധ്യതകളിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് വിശ്വസിക്കുവാൻ പ്രയാസം തോന്നുന്ന നിരവധി കഥകളുണ്ട്. സത്യം ഏതാണ്, കഥ ഏതാണ് എന്ന് വിശ്വാസികളെ കുഴപ്പിക്കുന്ന ലേപാക്ഷിയുടെ നിഗൂഢതകൾ മറനീക്കി പുറത്തു കൊണ്ടുവരികയാണ് നമ്മുടെ ശാസ്ത്രലോകം. വീരഭദ്ര ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. മറ്റേത് ക്ഷേത്രങ്ങളെക്കാളും ലേപാക്ഷി ക്ഷേത്രം നിർമ്മാണ രഹസ്യങ്ങളുടെ കാര്യത്തിൽ വേറിട്ടു നിൽക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ജില്ലയിലെ ഒരു മനോഹരമായ പട്ടണമാണ് ലേപാക്ഷി. നൂറ്റാണ്ടുകളായി വിനോദസഞ്ചാരത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ലോകത്തെ അമ്പരപ്പിക്കുന്ന ശ്രദ്ധേയമായ വാസ്തുവിദ്യാ വിസ്മയത്തിന് ഈ മനോഹരമായ നഗരം ശ്രദ്ധേയമാണ്. ഇതിനെല്ലാം കാരണം ലേപാക്ഷി ക്ഷേത്രത്തിലെ തൂക്കുതൂണല്ലാതെ മറ്റൊന്നുമല്ല. അറിയാത്തവർക്കായി പറഞ്ഞു തരാം. വളരെ നിഗൂഢമായ കാരണത്താൽ ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ് ഈ ക്ഷേത്രം. നിഗൂഢതയാൽ ലോകത്തെ അമ്പരപ്പിച്ച രാജ്യത്തെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. കഥകളും മിത്തുകളും ഒരുപാടുണ്ടെങ്കിലും ലേപാക്ഷിയുടെ ചരിത്രത്തിലേക്ക് ആദ്യം പോകാം. 1583 വിജയനഗര വാസ്തുവിദ്യയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വീരഭദ്രന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വീരണ്ണൻ എന്നും വിരൂപണ്ണൻ എന്നും പേരായ 2 സഹോദരങ്ങൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികൾക്കും കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങൾക്കുമൊക്കെ പ്രസിദ്ധമാണ് ഇവിടം. നിലം തൊടാതെ തൂങ്ങിക്കിടക്കുന്ന കൊത്തുപണികൾ നിറഞ്ഞ തൂണുകൾ, 27 അടി നീളമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയ നന്ദികേശ പ്രതിമ, ഒറ്റക്കല്ലിൽ തീർത്ത 7 തലയുള്ള നാഗപ്രതിമയുമാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കർണാടക ആന്ധ്രാപ്രദേശ് അതിർത്തിയിലായി ആന്ധ്രയിലെ അനന്ത്പൂർ ജില്ലയിലാണ് ലേപാക്ഷി സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്നും 124 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇവിടമുള്ളത്. രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നഗരമാണ് ലേപാക്ഷി. വാൽമീകി രാമായണം അനുസരിച്ച് രാമൻ ഹനുമാന്റെ കൂടെ ലങ്കയിലേക്കുള്ള യാത്രയിൽ ജടായുവിനെ കണ്ടുമുട്ടി. വെട്ടേറ്റ് ചിറകറ്റ് മരണാസന്നനായി കിടക്കുന്ന ജടായുവിനെ കണ്ട് അടുത്തു ചെന്ന രാമൻ ലേ പക്ഷി എന്ന് പറഞ്ഞുവെന്നാണ് പുരാണം. എഴുന്നേൽക്കുക പക്ഷി എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. ആ വാക്കുകൾ ചേർന്ന് ലേപാക്ഷി എന്ന ഒറ്റ വാക്കുണ്ടായി എന്നാണ് വിശ്വാസം. വീരഭദ്രനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ശിവൻ, വിഷ്ണു, വീരഭദ്രൻ എന്നിങ്ങനെ 3 ദൈവങ്ങൾക്കും ഇവിടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇതിന്റെ നിർമ്മാണ രഹസ്യം കണ്ടെത്തുവാൻ കുറേ പരിശ്രമിച്ചെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാനായില്ല. തൂണിനും നിലത്തിനും ഇടയിലുള്ള സ്ഥലത്തുകൂടെ നിലം തൊടാതെ വസ്ത്രം കടത്തിയാൽ എല്ലാ ദുഃഖങ്ങൾക്കും അറുതി ഉണ്ടാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. തൂണിന്റെ അടിയിൽ നിന്ന് ഒരു കടലാസോ ചെറിയ തുണിയോ കടത്തിവിട്ടാൽ അത് അപ്പുറത്തെത്തും. ഇതൊന്നും കൂടാതെ മണ്ഡപത്തിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ ക്ഷേത്രമുറ്റത്ത് വലിയൊരു കാൽപ്പാടിന്റെ ആകൃതിയും കാണാം. ആരോ തറയിൽ അമർത്തി ചവിട്ടൻ എന്ന പോലെയാണ് ഇതിന്റെ നിർമ്മാണം. ഈ കാൽപ്പാട് സീതാദേവിയുടേതാണെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഈ കാൽപ്പാട് എല്ലായ്പ്പോഴും നനഞ്ഞു കിടക്കുമെന്നും ശില്പിയുടെ കഴിവ് വിളിച്ചോതുന്നു. അടിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി വരുന്നതും ഈ കാലിലൂടെ ഒഴുകുന്നതും കാണാൻ സാധിക്കും. ഇനി നമുക്ക് തൂങ്ങിക്കിടക്കുന്ന ആ തൂണുകളെ പറ്റി പറയാം. തൂങ്ങിക്കിടക്കുന്ന തൂണിനെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ വിദഗ്ധരുടെ ബുദ്ധിപരമായ കരകൗശല പ്രാവീണ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഇത് മനഃപൂർവ്വം നിർമ്മിച്ചതെന്ന് ഒരു കൂട്ടർ പറയുന്നു. ഇന്ന് ഗവേഷകരുടെ അഭിപ്രായത്തിൽ അതിന്റെ പിന്നിലെ കാരണം ഭൂകമ്പത്താലോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ സമയത്ത് തെറ്റായ എന്തെങ്കിലും കാരണമോ അങ്ങനെ സംഭവിച്ചു പോയതാകാം എന്നാണ്. ഇതുകൂടാതെ മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. ആ സീലിംഗിൽ ഈ തൂണുകൾ തൂങ്ങിക്കിടക്കുന്നു എന്നാണ് മറ്റൊരാൾ പറയുന്നത്. ഇതൊന്നും കൂടാതെ ഇതിലെ പ്രധാന കാര്യം മുഴുവൻ ക്ഷേത്രവും അതിന്റെ ആകൃതിയിൽ നിലനിൽക്കാൻ അവിടുത്തെ ഓരോ തൂണുകളും വളരെ പ്രധാനമാണ്. പണ്ട് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ലേപാക്ഷിയുടെ തൂങ്ങിക്കിടക്കുന്ന സ്തംഭം മാറ്റാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്ര സമുച്ചയം മുഴുവൻ ഇളകാനും മാറാനും തുടങ്ങി. തന്റെ പ്രവൃത്തിയിൽ ക്ഷേത്രം മുഴുവനും തകരുമെന്ന് ഭയന്ന് അദ്ദേഹം തന്റെ അഭിലാഷം അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ലേപാക്ഷിയുടെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും? എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.